ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്റ്റോപ്പിയ. മഞ്ജൂസ് മാത്സ്റ്റോപ്പിയയിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ CBSE മാത്സിൻ്റെ കോർഡിനേറ്റ് ജോമെട്രി എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് ജോമെട്രി എന്ന ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഡിസ്റ്റൻസ് ഫോർമുല കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് പറഞ്ഞു പോകാം. നമുക്കറിയാം, ഒരു പോയിന്റിനെ പ്ലോട്ട് ചെയ്യുന്നത് XY പ്ലെയിനിലാണ്. ഇത് ബേസിക്കലി 2 ഡയമെൻഷണൽ പ്ലെയിനിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ XY എന്ന് പറയുന്ന പോയിന്റിൽ പ്ലെയിനിലൊരു പ്ലോട്ട് ചെയ്യുക എന്ന് പറയുമ്പം നമുക്കൊരു X കോർഡിനേറ്റും ഉണ്ടാകും, ഒരു Y കോർഡിനേറ്റും ഉണ്ടാകും. അപ്പോൾ സപ്പോസ് 2, 3 എന്ന് പറയുന്ന പോയിന്റ് ഞാനിവിടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം Y ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് 3. ഓക്കെ, അപ്പോൾ 2 എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ Y ആക്സിസ്. ഇത് X ആക്സിസ് നമ്മൾ വരയ്ക്കുമ്പോൾ നോർമലി ഗ്രാഫൊക്കെ പഠിച്ചിട്ടുണ്ട്. X ഡാഷ്, Y, ദെൻ ഇത് Y ഡാഷ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഈ ക്വാഡ്രന്റിലൊക്കെ വാല്യൂസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം നമുക്ക് പോസിറ്റീവ് ആണ് അല്ലേ. ഇവിടെ വരുമ്പോൾ നമുക്ക് നെഗറ്റീവ്, ഇവിടെ വരുമ്പോൾ നമുക്ക് നെഗറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇത് നമുക്ക് 3 പോസിറ്റീവ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇവിടെ X Y നെഗറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ X നെഗറ്റീവാണ്, Y പോസിറ്റീവാണ്. തേർഡ് ക്വാഡ്രന്റിൽ X Y നെഗറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ X പോസിറ്റീവാണ്, Y നെഗറ്റീവാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞു വയ്ക്കണം. ഇനി ഒരു പോയിന്റ് അതുപോലെ തന്നെ X ആക്സിസിലുള്ള ഏതൊരു പോയിന്റ് താലും അത് അപ്പോൾ സപ്പോസ് X ആക്സിൽ ഞാൻ 3 എന്ന് പറയുന്ന ഒരു പോയിന്റ് 3, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് X ആക്സിസിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. കാരണം X ആക്സിസിലെ ഏത് Y വാല്യൂയും 0 ആയിരിക്കും. അതുപോലെ തന്നെ Y ആക്സിസിലെ ഏത് X വാല്യൂയും 0 ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പം 0, 2 എന്ന ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ വി ഷുഡ് നോ ദാറ്റ് ദിസ് പോയിന്റ് ലൈസ് ഇൻ Y ആക്സിസ്. Y ആക്സിസിലെ X കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ 0 ആണ് ആദ്യം വരുന്നതെങ്കിൽ അത് Y ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. രണ്ടാമതെയാണ് 0 വരുന്നതെങ്കിൽ അത് X ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞു വയ്ക്കുക. ഇനി ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ 2, 3 എന്ന് പറയുമ്പോൾ Xന് 2ഉം, അതായത് Y ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 2 ആണ്. 3 എന്ന് പറഞ്ഞാൽ X ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കത് ഏകദേശം 2, 3 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. ഇനി 2 പോയിന്റുകൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. സപ്പോസ് X1, Y1 എന്ന് പറയുന്ന ഒരു പോയിന്റ്, X2, Y2 എന്ന് പറയുന്ന ഒരു പോയിന്റ്. സോ ഈ AB എന്ന 2. അപ്പോൾ ABയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? X2 മൈനസ് X1 ദ ഹോൾ സ്ക്വയർ പ്ലസ് Y2 മൈനസ് Y1 ദ ഹോൾ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല കിട്ടി. ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഡിസ്റ്റൻസ് ഫോർമുലയാണ്. പിന്നെ നമുക്കൊരു കാര്യം കൂടി നോക്കാം. സപ്പോസ് ഈ ലൈനിൽ ഈ ഒരു M1, M2 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യാണ് വേറൊരു ലൈൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് M1, M2 എന്ന റേഷ്യോയിൽ ഈ ലൈൻ സെഗ്മെൻറ്റിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സപ്പോസ് PXY എന്ന് പറയുന്ന പോയിൻ്റാണ് ഈ ലൈൻ സെഗ്മെൻറ്റിനെ കട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. തന്നെ അത് ഏത് റേഷ്യോയിലാണ് എന്ന് കണ്ടുപിടിക്കുന്നത് ശരി നമുക്ക് നോക്കാം. അപ്പോൾ M1, M2 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് X എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് M1X2 പ്ലസ് M2X1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണ് X. Y എന്ന് പറഞ്ഞാൽ M1Y2 പ്ലസ് M2Y1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണ്. അപ്പോൾ ഒരു ലൈൻ സെഗ്മെൻറ്റിനെ ഒരു M1:M2 എന്ന റേഷ്യോയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിനെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പോൾ M1, M2 നമുക്കറിയാം. സപ്പോസ് ഇനി നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്, പക്ഷേ അത് ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്തതെന്ന് നമുക്കറിയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാനുള്ള റേഷ്യോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുമ്പം നമ്മൾ നോർമലി നമ്മുടെ സെക്ഷൻ ഫോർമുലയിൽ നമ്മൾ റേഷ്യോ എത്രയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് അസ്യൂം ചെയ്യാനായിട്ട് K:1 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മളോട് അറിയില്ല ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്തതെന്ന് അറിയില്ല. അങ്ങനെ വരുമ്പം അത് കണ്ടുപിടിക്കാൻ നമ്മൾ കൊടുക്കേണ്ടത് K:let ദിസ് പോയിന്റ് മേ ഡിവൈഡ് ദ ലൈൻ സെഗ്മെൻറ്റ് ഇൻ K:1 എന്ന റേഷ്യോയിലാണെന്ന് വിചാരിക്കുക. അപ്പം ഏത് റേഷ്യോ എന്ന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ K:1 എടുത്ത് അസ്യൂം ചെയ്ത് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. X1, Y1 നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ 3 പോയിന്റ് വേണം. X1, Y1, X2, Y2, X3, Y3 എന്ന 3 പോയിന്റ് ഉപയോഗിച്ച് മാത്രമേ നമുക്കൊരു പ്ലെയിനിൽ ഒരു ട്രയാങ്കിൾ മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ
ഏരിയ എന്ന് പറയുന്നത്, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ പലപ്പോഴും പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സപ്പോസ് x1 y1 നമ്മൾ 1 കൊടുത്തു, ഇത് x2, ഇത് നമുക്ക് +2 ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. +1-നൊക്കെ നാം +2 പഠിക്കുന്ന പോർഷനാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 3 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളതിനെ ഡിറ്റർമിൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. 1 1 1 എന്ന് പറഞ്ഞ് നമുക്ക് മൂന്നാമത്തെ പോയിൻ്റ് നമ്മളിങ്ങനെ ഒരു ട്രയാങ്കുലർ ഏരിയ കണ്ടുപിടിക്കുന്ന ഡിറ്റർമിനൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് എടുക്കുക x1. അപ്പോൾ x1 ഉള്ള കോളവും റോയും ഒഴിവാക്കുക. എന്നിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സിനെ, ഡയഗണൽ എലമെൻറ്റ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് സബ്ട്രാക്ട് ചെയ്യുക. ഇപ്പോൾ ഈ x1 മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് y2 മൈനസ്, അതുപോലെ ഇത് y3, പിന്നെ മൈനസ് y1 ഇൻറ്റു മൈനസ് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങൾ +2 വിശദമായിട്ട് പഠിക്കും. ദെൻ y1 എടുത്തു കഴിഞ്ഞാൽ ഇത് ഒഴിച്ചിട്ടുള്ള നമുക്ക് റോയും കോളവും മാറ്റി നിർത്തി കഴിഞ്ഞാൽ x2 മൈനസ് x3, അടുത്തത് x1 എടുത്താൽ പിന്നെ x2 എടുക്കാം. x2 ഇങ്ങോട്ട് പോവാം. x2 എടുക്കുമ്പോൾ നമുക്ക് ഈ റോയും ഈ കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് y1 മൈനസ് y3 ആണ്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കിട്ടുന്ന x3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ റോ വരുന്ന കോളവും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് y1 മൈനസ് y2 ആണ്. എന്തായാലും 1 2 3 എന്ന് പറയുന്ന ഓർഡർ എപ്പോഴും ഉണ്ടായിരിക്കും. ഇത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. ഇത് 1 2 3, ഇവിടെയും 2 1 3 ഉണ്ട്, ഇവിടെയും 3 1 2 ഉണ്ട്. അപ്പോൾ ഇതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നിങ്ങൾ ടെക്സ്റ്റിൽ ഇതില്ല, പക്ഷേ എന്നാലും നോർമലി പ്രോബ്ലംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. x1 y1 ഡിറ്റർമിനൻ്റ് ഫോം യൂസ് ചെയ്തിട്ടാണ് x1 y1 1, x2 y2 1, x3 y3 എന്ന് 1 നമ്മൾ ഇട്ട് കൊടുത്ത് ഏത് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിൻ്റ് വരുന്ന റോയും കോളവും മാറ്റി നിർത്തി കഴിഞ്ഞ് ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ, ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സബ്ട്രാക്ഷൻ എടുക്കുക. ദെൻ ഇവിടെ x2 ആണ് എടുക്കുന്നതെങ്കിൽ ഇതും മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ y1 മൈനസ് y3. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ഒന്ന് നോക്കാം. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ x and y such that the points xy is equidistant from the point 7 1 3 5. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഏകദേശം ഒരു രൂപ കിട്ടാൻ വേണ്ടി 3 5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 3 5 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ വന്നു 3 5. ദെൻ 7 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ വന്നു. രണ്ട് കണക്ട് ചെയ്യുക. ഇതിങ്ങനെ വരയ്ക്കുന്ന കറക്റ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പോയിൻ്റ് xy സച്ച് ദാറ്റ് ദ പോയിൻ്റ് xy. ഇപ്പോൾ ഇവിടെ ഏതോ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റിൽ നിന്ന് ഈ എയിലേക്കുള്ള ഡിസ്റ്റൻസും ബിയിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈക്വി ഡിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റിന് നമുക്ക് xy എന്ന് എടുക്കാം. ഈക്വി ഡിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളോട് റിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കാം. അത് തന്നെയാണോ ഇതൊന്ന് ചെക്ക് ചെയ്യാം. അത് തന്നെ ആയിരിക്കുമല്ലോ, കാരണം ഈക്വി ഡിസ്റ്റൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതിനെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പി എ എന്താണെന്ന് നോക്കാം. പി എ ഇസ് ഈക്വൽ ടു പി ബി ആണ്, കാരണം ഈക്വി ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 2 പോയിന്റ് തന്നാൽ ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചിട്ട് എടുക്കാൻ അറിയാം അല്ലേ. അപ്പോൾ എന്ത് വരും നമുക്ക് x മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 5 ദ ഹോൾ സ്ക്വയർ റൂട്ട് എടുത്തു. പി ബി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഒന്ന് x മൈനസ് 7 എടുക്കാം, അല്ലെങ്കിൽ 7 മൈനസ് x എടുക്കാം. കാരണം നമ്മൾ x2 മൈനസ് x1 എടുക്കാനാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഇതാണ് x2. അപ്പോൾ നിങ്ങൾ പക്ഷേ എങ്ങനെ എടുത്താലും നമുക്ക് സ്ക്വയർ വരുന്നത് കൊണ്ട് വാല്യൂവിന് വ്യത്യാസമൊന്നും വരില്ല. അതുകൊണ്ട് നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് x മൈനസ് 7 തന്നെ എടുക്കാം. x മൈനസ് 7 സ്ക്വയർ പ്ലസ് y മൈനസ് 3 ദ ഹോൾ സ്ക്വയർ റൂട്ടുണ്ട്. ഇനി നമുക്ക് റൂട്ടിനുള്ളിൽ കിടന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് നമുക്ക് കൊടുക്കുന്ന എന്താണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, 2 ഇക്വേഷൻ 2 സൈഡിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ വിലയ്ക്ക് വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ നമ്മൾ സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് കൊടുക്കുമ്പോൾ റൂട്ട് മാറി കിട്ടും അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ ഇതിൽ സ്ക്വയർ ചെയ്യാം. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ രൂപത്തിലാണ്. x സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 പ്ലസ് y സ്ക്വയർ മൈനസ് 10y പ്ലസ് 25 ഇസ് ഈക്വൽ ടു x സ്ക്വയർ മൈനസ് 14x പ്ലസ് 49 പ്ലസ് y സ്ക്വയർ മൈനസ് 6y പ്ലസ് 9. ഇനി നമുക്ക് ഒരുപോലെ വന്ന ടേംസൊക്കെ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് x സ്ക്വയറും പോയി. ദെൻ y സ്ക്വയറും ക്യാൻസലായി. മൈനസ് 6x ഈ മൈനസ് 14x ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 10x ആവും, പ്ലസ് 14x ആവും. പ്ലസ് 14x 6x പോയി കഴിഞ്ഞാൽ 8x ആണ്.
ഇനി ഇവിടെ -10y ഉണ്ട്, ഇവിടെ നമുക്ക് -6y ഉണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് വരുമ്പോഴത്തേനും എന്താവും? -10yയും ഇവിടെ നമുക്ക് x - 3 the whole square, then y - 5 the whole square, okay, then x - 7 the whole square plus y - 1 ആണല്ലേ, ഒരു പോയിന്റ് 1 തന്നിട്ടുണ്ട് നമുക്ക്. 7 1 ആണ് കേട്ടോ. അപ്പോൾ 7 1 ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് x - 3 the whole square, y - 5 the whole square, okay, then x - 7 then y - 1 the whole square ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഫുള്ള് തെറ്റാതെ ചേർത്തുകൊണ്ട് കോർഡിനേറ്റ്സ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോക്കി എഴുതണം. ഇപ്പോൾ കണ്ടോ, നമുക്കിങ്ങനെ തെറ്റ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തെറ്റിപ്പോകും. പിന്നെ ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ x² - 6x + 9 + y² - 10y + 25 = x² - 14x + 49 + y² - 2y + 1. നമുക്ക് x² ക്യാൻസൽ, y² ക്യാൻസൽ. ഈ 10x ഇപ്പുറത്തേക്ക് വരുമ്പം +10 + 14x ആവും. 6xഉം + 14xും ആകുമ്പോൾ നമുക്കത് +8x വരും. ഇനി നമുക്ക് -10y ആണ്. ഈ 2y ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വന്നു? -8y വന്നു. ദെൻ നമുക്ക് 25 ഉണ്ട്, 46 നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് 25ഉം 49 അല്ലേ, അപ്പോൾ നമുക്ക് 24 വന്നു. അപ്പോൾ നമുക്കിത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, അല്ല 25 മൈനസ് ക്യാൻസൽ ചെയ്യുമ്പോൾ 25, 49 ഒന്നും 50 ഉണ്ട്. അപ്പോൾ ഈ 50 നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 25 9 34 ഇവിടെ നമുക്ക് 34 ഉണ്ട്, ഇപ്പുറത്ത് നമുക്ക് 50 ഉണ്ട്. സോ 50 - 34 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 16 അപ്പോൾ 8x - 8y = 16. എല്ലാം നമുക്ക് 8 കോമൺ ആയതുകൊണ്ട് x - y = 2 എന്ന് വന്നു. സോ ദിസ് ഈസ് ദ റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഈ p x y തമ്മിലുള്ള റിലേഷൻ പോയിന്റ് തന്നിട്ടില്ല, റിലേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ. ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് കേട്ടോ. 3 വന്നിട്ടുണ്ട്, 3 ട്രൈസെക്ഷൻ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പോയിന്റ്സ് ഡിവൈഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. അപ്പോൾ സപ്പോസ് ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് തന്നിട്ടുണ്ട് 2 -2 7 4. ഇതിനെ 3 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പം ഇവിടെ P എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടാവും, ഇവിടെ Q എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ 1 2 3 3 തുല്യ ഭാഗങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. കാരണം 3 ഈക്വൽ ഭാഗങ്ങളായിട്ട് നമ്മളൊരു വയറിനെ കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളോട് ഈ P എന്ന് പറയുന്ന പോയിന്റ് ട്രൈസെക്ഷൻ ഒന്ന് ഇതും കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇതും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഈ പോയിന്റ് സപ്പോസ് നമുക്ക് കണ്ടുപിടിക്കാണ്ട്, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ P എന്ന് പറയുന്ന പോയിൻ്റാണ് ഈ AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിനെ കട്ട് ചെയ്യുന്നുള്ളെങ്കിൽ നമുക്കിത് 1:2 എന്ന റേഷ്യോയിൽ ഇവിടെ തൊട്ട് ഇവിടം വരെയും ഇവിടെ തൊട്ട് ഇവിടം വരെയും 1:2 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത് നമുക്കറിയാം. കാരണം ട്രൈസെക്ഷൻ ആണ്, ഈക്വലി ഡിവൈഡഡ് ആണ്. അപ്പോൾ ഇവിടേക്കുള്ള ഡിസ്റ്റൻസും ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് നമുക്ക് റേഷ്യോ ഇവിടം വരെയുള്ളത് 1ഉം ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ളത് നമുക്ക് 2 ആക്കി എടുക്കാം. അപ്പോൾ നമുക്കറിയാം ഇഫ് എ ലൈൻ സെഗ്മെൻറ്റ് ഡിവൈഡ്സ് ദ ഇഫ് എ പോയിന്റ് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ റേഷ്യോ m1:m2 ദെൻ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. സപ്പോസ് ഇവിടെ എനിക്ക് P എന്ന് XY എന്ന് പറയുന്ന പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. റേഷ്യോ തന്നിട്ടുണ്ട് 1:2 എന്നാണ്. അതായത് നമ്മുടെ m1 = 1 എന്നും m2 = 2 എന്ന് തന്നിട്ടുണ്ട്. x1 y1 x2 y2 നിങ്ങൾക്കറിയാം. ഇത് 2 - 2 ആണ്, ഇത് -7 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ PXY എന്ന് പറയുന്ന പോയിന്റ് കണ്ടെത്താനായിട്ട് നമുക്കറിയാം m2 x1 അതായത് m2 2 × 2 പ്ലസ് m2 x1 പ്ലസ് m1 x2. m1 എന്ന് പറഞ്ഞാൽ 1 ആണ്, x2 എന്ന് പറഞ്ഞാൽ -7 ആണ്, ഡിവൈഡ് ബൈ m1 x2 3 ആണ്. അതുപോലെ തന്നെ അടുത്ത പോയിന്റും m2 y1 1 × y1 എന്ന് പറഞ്ഞാൽ -2 ആണ്. സോ 1 × -2 പ്ലസ് m1 y2 m1 എന്ന് പറഞ്ഞാൽ 1 ആണ്,
y2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ് /3. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 4 - 7 എന്ന് പറഞ്ഞാൽ നമുക്ക് -3 ആണ്. -3/3യും ഇത് നമുക്ക് ഇവിടെ നമുക്ക് m2y1 ആണല്ലേ, m2y1. അപ്പോൾ m2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ആണ്. അപ്പോൾ ഇത് 2. അപ്പോൾ നമുക്കിത് എന്ത് വന്നു? ഇത് 0യും വന്നു. ഓക്കെ, -4 + 4 0 വന്നു. അപ്പോൾ നമുക്കിത് ഫുൾ എന്താ കിട്ടുന്നത്? അതായത് ഏതെങ്കിലും ഒരു ലൈൻ സെഗ്മെൻറ്റിനെ ഒരു പോയിൻറ്റ് m1:m2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിൻ്റ് കണ്ടെത്താനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? m1x2 + m2x1 / m1 + m2. ആ ഇക്വേഷനാണ് അതിലാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാരണം റേഷ്യോ തന്നിട്ടുണ്ട്, ആ പോയിന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്താണ് -3/3 എന്ന് പറഞ്ഞാൽ 1 0 എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ P ഈ ലൈൻ സെഗ്മെൻറ്റിനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ട്രൈസെക്ഷനാണ്, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് എടുക്കാൻ പറ്റി. ഇനി നമുക്ക് Q ആണ് ഈ ലൈനിനെ കട്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് നമുക്ക് പോയിന്റ് എന്ന് നോക്കാം. Q എന്ന പോയിൻ്റാണ് ഈ ലൈൻ സെഗ്മെൻറ്റിനെ കട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് നമുക്ക് 2 എന്ന് എടുക്കാം, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് നമുക്ക് 1 എടുക്കാം. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. കാരണം ഈക്വലി ഡിവൈഡഡ് ആണ് അല്ലേ. അപ്പോൾ ഇത് 2 ഭാഗം വരുന്നതുകൊണ്ട് ഇത് നമുക്ക് 2 ആക്കിയും ഇവിടെ നമുക്ക് 1 ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് m1 m2 അപ്പോൾ ഇവിടെ എന്തായി? തിരിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ m1 2 ആയി, m2 എന്തായി? m1 = 2 ആണ്, m2 = 1 ആണ്. നമ്മുടെ A എന്ന് പറയുന്ന പോയിന്റ്, അതായത് തെറ്റാണ്ടിരിക്കാൻ x1 y1 എന്നൊക്കെ കൊടുത്ത് 2 - 2 കൊടുക്കുക. ഇനി x2 y2 ആണെങ്കിൽ നമുക്ക് -7 4 കൊടുക്കാം, തെറ്റാണ്ടിരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് നോക്കി ചെയ്യാൻ പറ്റും. ശരി, നമുക്ക് Q എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. നമുക്കറിയാം. അപ്പോൾ ഇവിടെ m1 m2 കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ m1x2 + m2x1 / m1 + m2. വാ, m2 എന്ന് പറഞ്ഞാൽ 1 ആണ്, m2x1 എന്ന് പറഞ്ഞാൽ 2 ആണ്, പ്ലസ് m2 എന്ന് പറഞ്ഞാൽ 1 ആണ്. m1 2 ആയിരുന്നു അല്ലേ, m1x2 m1 എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, m1x2 2 × x2 എന്ന് പറഞ്ഞാൽ -7 ആണ്, പ്ലസ് m1x2 പ്ലസ് m2x1. m2 എന്ന് പറഞ്ഞാൽ 1 ആണ്, x1 എന്ന് പറഞ്ഞാൽ 2 ആണ്, /3 അല്ലേ. അടുത്തത് y-യുടെ പോയിന്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ y-യുടെ പോയിന്റ് ആണെങ്കിലോ ഇതുപോലെ തന്നെ m2y1. m2 നമുക്ക് 1 ആണ്, y1 എന്ന് പറഞ്ഞാൽ നമുക്ക് -2 ആണ്, പ്ലസ് m1 2 ആണ്, y2 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ആണ്, /3. അപ്പോൾ നമുക്ക് നോക്കാം എത്ര വരുന്നുണ്ടെന്നുള്ളത്. ഇത് നമുക്ക് -14 + 2 /3 എന്ന് പറഞ്ഞാൽ -4 ആണ്. ഇവിടെ നമുക്ക് 8 - 2 എന്ന് പറഞ്ഞാൽ 6 ആണ്, 6/3 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ നമുക്ക് Q എന്ന് പറയുന്ന പോയിന്റ് -4 2 എന്നെടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ മെയിനായിട്ട് ബൈസെക്ഷൻ ഫോമിൽ ഓർത്ത് വയ്ക്കണം, ഡിസ്റ്റൻസ് ഫോമിൽ ഓർത്ത് വയ്ക്കണം. ഇക്വിഡിസ്റ്റൻ എന്നൊക്കെ പറഞ്ഞാൽ ഡിസ്റ്റൻസ് എടുത്ത് ചെയ്യുക. ഇതിങ്ങനെ ബൈസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഏതെങ്കിലും റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കാനാണെങ്കിൽ സെക്ഷൻ ഫോമുല. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഈ 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം.